റോക്ക് ആൻഡ് റോൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈവൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന കോൾഡ് പൈറോയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, എങ്ങനെയാണ് അത് വാങ്ങാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പൈറോസ്. നമ്മൾ കൂടുതലും ഈവൻറ്റിന് ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടഡ് പൈറോസാണ്. ഇന്ത്യൻ പൈറോയും നമുക്ക് വാങ്ങാനായിട്ട് മാർക്കറ്റിൽ കിട്ടും, പക്ഷേ ഞങ്ങൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് ആണ്. നിലവിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്ത്യൻ മെയ്ഡ് പൈറോയാണ്. അപ്പോൾ ഈ പൈറോയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സ്മോക്കും ഉണ്ടായിരിക്കും, ചില സമയങ്ങളിൽ ഇത് ബ്ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇത് ഈവൻറ്റിന് ഉപയോഗിക്കാറില്ല. ഇത് ഔട്ട്ഡോർ സ്റ്റേജ് ഫംഗ്ഷനും അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ഡോർ DJ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പൈറോസ് നമ്മുടെ മാർക്കറ്റിൽ 200 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ പൈറോ ആയിക്കോട്ടെ, ഇമ്പോർട്ടഡ് പൈറോ ആയിക്കോട്ടെ, എല്ലാം ഈ ഒരു 2 വയർഡ് ബാറ്ററിയിലോ അല്ലെങ്കിൽ പൈറോ മെഷീനിലോ കണക്ട് ചെയ്താണ് ഇത് പൊട്ടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇമ്പോർട്ടഡ് പൈറോയാണ്. ഇമ്പോർട്ടഡ് പൈറോ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് 270 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടഡ് പൈറോയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് സ്മെല്ല് അല്ലെങ്കിൽ ഒരുപാട് പുക ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിങ് കറക്റ്റ് 30 സെക്കൻഡ് തന്നെ ആയിരിക്കും. നമുക്ക് ഒരു വീഡിയോ, നമ്മൾ ടെസ്റ്റിംഗ് വീഡിയോ ഇതിനകത്ത് ഇടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് പൈറോ എന്ന് പറയുന്ന സാധനം. ഇനി നമുക്കിതിൻ്റെ മെഷീൻസ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ പൈറോ മെഷീന്. ഞങ്ങൾക്ക് 2 പൈറോ മെഷീൻസ് ഉണ്ട്. കാരണം 2 ഈവൻറ്റ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 പൈറോസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് 8 ചാനലാണ്, 8 ചാനൽ വരുന്നൊരു ബോക്സാണ്. ഇതിൻ്റെ കൂടെ റിമോട്ട് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ചാർജർ ഉണ്ടായിരിക്കും. ഇത് 12 ചാനലിൻ്റെ മറ്റൊരു മെഷീൻ സെറ്റാണ്. ഇതിൻ്റെ കൂടെയും ഇതുപോലെ 12 എണ്ണം പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിമോട്ട്, ബാറ്ററീസ്, അതിൻ്റെ ചാർജർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പൈറോ ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെഷീൻ എടുക്കുകയാണ്. ഇതാണ് പൈറോ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മെഷീനിൽ അതെങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ കാണുന്നത് ഒരു പൈറോ സ്റ്റാൻഡാണ്. നമ്മൾ കൂടുതലും ഇന്ത്യൻ പൈറോ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ടാണ് മെഷീൻ വഴി പൊട്ടിക്കുന്നത്. കാരണം എന്തെങ്കിലും ബ്ലാസ്റ്റ് വന്നാലും വേറെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹൗസിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ആയാലും ഇമ്പോർട്ടഡ് ആയാലും നമ്മളിങ്ങനെ ഒരു ഹൗസിങ്ങിൽ വെച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പൈറോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വയറിങ്ങനെ മാറ്റിയതിന് ശേഷം വയറ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഹൗസിങ്ങിലോട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കും. ഇറക്കി വെച്ചതിന് ശേഷം നേരെ നമ്മുടെ മെഷീനിലേക്ക്, ഈ മെഷീനിലേക്ക്, ഇതാണ് പൈറോ മെഷീൻ. അപ്പോൾ 2 ഇതുണ്ട്, കണക്ടറുണ്ട്. അപ്പോൾ ഈ 2 കണക്ടറിലോട്ട് ഈ 2 വയർ, ഇതിന് പൊളാരിറ്റി ഒന്നുമില്ല, എങ്ങനെ വേണോ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഓൺ സ്വിച്ച്. മെഷീൻ ഓൺ ആകുമ്പോൾ 2 ലൈറ്റ് കത്തും. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ പൈറോ മെഷീൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ 1ാമത്തെ മെഷീനാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിലൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ കണക്ട് ചെയ്തേക്കുന്ന ഇമ്പോർട്ടഡ് പൈറോ ആണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇന്ത്യൻ പൈറോസും ഇമ്പോർട്ടഡ് പൈറോസിനും വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കിത് കൊറിയറായിട്ട് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.